നമസ്കാരം, KC വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജാഗ്രത ആവശ്യമുണ്ട്. ഡോക്ടർ ഫസൽ ഗഫൂർ. സൈൻ NGO കോൺഫെഡറേഷനും BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി പകുതി വിലയ്ക്ക് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. പൊൻകിരണം കൊടുങ്ങല്ലൂർ BRC പരിധിയിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുമോദനമൊരുക്കി. വാർത്തകൾ വിശദമായി. പൊൻകിരണം കൊടുങ്ങല്ലൂർ BRC പരിധിയിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുമോദനമൊരുക്കി. കൊടുങ്ങല്ലൂർ BRC പരിധിയിലെ 2023-24 വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ ആദരിക്കുകയും പഠനോപകരണ വിതരണവും നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. ഈ വേദിയിൽ വെച്ച് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവാർഡാണ്, സമ്മാനമാണ് നൽകുന്നത്. വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുകയാണ്. കൊടുങ്ങല്ലൂർ BRCയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പദ്ധതികൾ, വിവിധങ്ങളായ പരിപാടികൾ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് നടത്തി വരുന്നുണ്ട്. ഇത് സംഘടിപ്പിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും അഭിനന്ദിക്കുകയാണ്. കാരണം സമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം പരമാവധി ഭംഗിയായി തന്നെയാണ് ഇതിന്റെ സംഘാടകർ നടത്തി വരുന്നത്. ഈ സംഘാടകരെ എല്ലാ രീതിയിലും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി അധ്യക്ഷയായിരുന്നു. ബാലസാഹിത്യകാരനും അധ്യാപകനുമായ CP പള്ളിപ്പുറം മുഖ്യാതിഥിയായിരുന്നു. അങ്ങനെയുള്ള കുട്ടികളാണ് ഇവിടെ വന്ന് ഇന്ന് ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ ആദരവ് ഏറ്റുവാങ്ങുന്നത്. ഞങ്ങൾ അവിടെ ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും ശ്രീ രാജനും ഒരുമിച്ചിരിക്കുന്നതിന്റെ അറിവിലിരുന്നത് മിലൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടിയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. ഒരു തീരെ കൊച്ചുകുട്ടി ഇപ്പൊ ഇവിടെ വന്ന് സമ്മാനം ഏറ്റുവാങ്ങി പോയതാണ്, കൊച്ചുകുട്ടിയായിട്ട് തോന്നിയുള്ളൂ. അപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ചത്, പേര് ചോദിച്ചു, എന്ത് ചെയ്യുന്നു കാര്യം ചോദിച്ചപ്പോഴാണ് BA ലിറ്ററേച്ചർ ഇംഗ്ലീഷിന് 1ാം വർഷമാണെന്ന് പറഞ്ഞത്. അപ്പൊ മിടുക്കന്മാരാണ്, അതൊക്കെ യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം പ്രത്യേകം ഒരു വേദിയിൽ കൊണ്ടുവരുന്നതിനും അവരുടെ കഴിവുകൾ മറ്റുള്ളവരുടെ മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള ഒരു പരിപാടിയാണ് BRC സംഘടിപ്പിച്ചത്. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ബിന്ദു രാധാകൃഷ്ണൻ, PF അനീഷ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ BRC BPC PM മോഹൻരാജ് സ്വാഗതവും BRC ട്രെയിനർ നീതു സുഭാഷ് നന്ദിയും പറഞ്ഞു. +2 വിഭാഗത്തിൽ 23 കുട്ടികളെയും SSLC വിഭാഗത്തിൽ 11 കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. 30 കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജാഗ്രത ആവശ്യമുണ്ട്. ഡോക്ടർ ഫസൽ ഗഫൂർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജാഗ്രത ആവശ്യമുണ്ടെന്ന് MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. MES അസ്മാബി കോളേജ് ഗോൾഡൻ ജൂബിലി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിവിഷൻ ഫോൾ 1 നമ്പർ 2 കോളേജിൽ കൂട്ടുന്നു. ഡിവിഷൻ ഫോളുകൾ കുട്ടികളെ കിട്ടാനില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മികവുള്ള സ്ഥാപനങ്ങൾ മാത്രമേ നിലനിർത്തൂ. അപ്പൊ നമ്മൾ അഗെയിൻ 0 പോയിന്റിലോട്ട് തിരിച്ചു പോകണമെന്ന് എനിക്ക് പോയി. എന്താണ് 0.0? അല്ല, ക്രൈസ്തവ സ്ഥാപനങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ. പിടിക്കോ? ഇതെല്ലാം കൂട്ടി വീണ്ടും ക്രൈസ്തവ സ്ഥാപനങ്ങൾ മാത്രം ബാക്കിയാവുന്ന സ്ഥിതിയിലോട്ടാണ് പോകാൻ പോകുന്നത്. കാരണം A+ കിട്ടുന്നത് ഒക്കെ അവർക്കാണ്, ഓട്ടോണമസ് പദവി കിട്ടുന്നത് അവർക്കാണ്. അത്ര അവരുടെ മികവ് അവർ നിലനിർത്തുന്നു.
പിടിക്കുക. അവരുടെ മികവ് അവർ നിലനിർത്തുന്നു. കാരണം അവരൊരു അച്ചടക്കമുണ്ട്. അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സ്വയാശ്രയം തുടങ്ങി. സ്വയാശ്രയം തുടങ്ങി മാസ്റ്റർ ശ്രദ്ധിക്കേണ്ട വേണ്ടത്. സ്വയാശ്രയം തുടങ്ങിയപ്പോൾ അച്ഛന്മാരെന്ത് ചെയ്യുന്നില്ല, അവരെ സാധനങ്ങൾ നിലനിർത്തുള്ളൂ. സഭ പറയുന്നവർക്ക് മാത്രം സാധനം ഉണ്ടായുള്ളൂ. അതേസമയം മുസ്ലിമുകളും ഹിന്ദുക്കളും ചെയ്ത മുഴുവൻ കച്ചവട സാധനങ്ങളാണ് തുടങ്ങിയത്. മുഴുവനും കച്ചവട സാധനം. ഹിന്ദുക്കളുടെ എല്ലാം മെഡിക്കൽ കോളേജും കച്ചവടം. ഗോകുലം മുസ്ലിമുകൾ അതിനുമ്പാവട്ടെ ഭയങ്കര കച്ചവടം. കച്ചവട സാധനം. എഞ്ചിനീയറിംഗ് കോളേജ് മുഴുവനും കച്ചവടം. അതെങ്ങനെ ഞങ്ങളിൽ നിന്ന് പഠിച്ചാണത്. MES കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കി നല്ല കാശാണെന്ന് മനസ്സിലായിപ്പോ MES ചിലപ്പോൾ ചെവി പുറമൊക്കെ നല്ല കാശൊക്കെ തന്നെയാണ്. അതോടുകൂടി 150 എഞ്ചിനീയറിംഗ് കോളേജ്, അതിൽ 40 എന്നാണ് കൂട്ടി. പിന്നെ മലബാറിലാണ് പല്ല് പറിക്കാനായിട്ടുള്ള, പല്ല് മാത്രമല്ല വിഷപ്പല്ല് പറിക്കാൻ ഡെന്റൽ കോളേജ്, ഒരു 10-25 ഡെന്റൽ കോളേജ്. അതിൽ 17 എണ്ണം മാപ്പിളമാരാണ്. മാപ്പിളമാരെന്ന് ഞാൻ മാപ്പിളമെന്നാണ് തെറ്റിരിക്കുന്നത്. തെക്കൻ മാപ്പിളമാരല്ല, മാപ്പിളയോ മാമൻ മാപ്പിളയോ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. തെറ്റായിട്ട് ന്യൂസ് പറഞ്ഞില്ല. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് മാപ്പിളമാണ്. ഞാൻ മാപ്പിളാന്ന് വിളിക്കുള്ളൂ. എന്താ കാരണം വെച്ചാൽ ഭയങ്കര ഐഡന്റിറ്റി ഉണ്ട്. ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രോം ദ ഐഡന്റിറ്റി ഓഫ് ദ മുസ്ലിംസ് ഔട്ട്സൈഡ് കേരള. So I don't want to be a part and parcel of that group, especially the Urdu speaking group. I don't want to be a part and parcel. സെപ്പറേറ്റ് ആണ്. നമ്മൾ സാംസ്കാരികമായിട്ട് വേറൊരു ഗ്രൂപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാപ്പിള എന്ന് പറയുന്നത്. അപ്പോൾ എന്തുണ്ടായെന്നറിയോ, എയ്ഡഡ് കോളേജ് കേരളത്തിൽ ആകെ 200 ചുറ്റുപാടും. അൺഎയ്ഡഡ് കോളേജ് 1000-ലധികം. ഞാൻ നേരത്തെ പറഞ്ഞ 150 മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജും 25 മെഡിക്കൽ കോളേജും 20-22 ഡെന്റൽ കോളേജൊക്കെ അടക്കം നഴ്സിംഗ് കോളേജ് എന്ന് പറഞ്ഞു. കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ മുഖ്യ പ്രഭാഷണം നടത്തി. മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് സ്വാഗതവും ട്രഷറർ മുസ്താഖ് മൊയ്തീൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ എസംപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, MES തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് VM മുഹമ്മദ് ഷൈൻ, സെക്രട്ടറി PK മുഹമ്മദ് ഷമീർ, MES സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KM അബ്ദുൽ സലാം, PH മൊയ്തീൻ, സ്കൂൾ ഭാരവാഹികളായ KA മുഹമ്മദ് ഇബ്രാഹിംകുട്ടി മാസ്റ്റർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ്, മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ A ബിജു, ഡോക്ടർ KP സുമേധൻ, MB ബിന്ദിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതികൂല കാലാവസ്ഥയിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി അഞ്ചങ്ങാടി MIT UP സ്കൂളിലെ തെരഞ്ഞെടുപ്പ്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. പടിഞ്ഞാറ് വെമ്പലൂർ MIT UP സ്കൂളിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് ആപ്പ് ഉപയോഗിച്ചായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. സ്കൂൾ ലീഡർ, സ്പോർട്സ് ജനറൽ ക്യാപ്റ്റൻ, ആർട്സ് ക്ലബ് സെക്രട്ടറി, മാഗസിൻ സെക്രട്ടറി, കാന്റീൻ സെക്രട്ടറി എന്നിങ്ങനെ 5 ജനറൽ സീറ്റുകളിലേക്കാണ് മത്സരം നടന്നത്. 25 അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ MIT UP സ്കൂൾ P വെമ്പലൂർ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് നടത്തുന്നത്. നമ്മൾ ഈ വർഷം കുട്ടികളെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എങ്ങനെയാണ് വോട്ടിംഗ് മെഷീനിലൂടെ വോട്ട് രേഖപ്പെടുത്തുന്നത് എന്ന് കുട്ടികളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ നമ്മുടെ സ്കൂളിലെ ജനറൽ സീറ്റിലേക്ക് 5 സീറ്റുകളിലേക്കാണ് മത്സരിക്കുന്നത്. 14 സ്ഥാനാർത്ഥികളാണ് ജനറൽ സീറ്റിലേക്ക് 5 ജനറൽ സീറ്റുകളിലേക്ക് മത്സരിക്കുന്നത്. ആ ജനറൽ സീറ്റിലേക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ വോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ഷൻ പ്രോസസ്സും അതിൻ്റെ റിസൾട്ടുകളും വളരെ എളുപ്പത്തിൽ തന്നെ അത് നടപ്പാക്കാൻ കഴിയുന്നുണ്ട്. ആ സിസ്റ്റം വളരെ നല്ല രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ നടന്നു പോവുകയാണ് ചെയ്യുന്നത്.
പൊതു തെരഞ്ഞെടുപ്പ് രീതിയിൽ പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർമാരെ എന്നിവരെ നിശ്ചയിച്ചു. അവരുടെ നേതൃത്വത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യ ബോധവും പൗരത്വ ബോധവും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും അവസരമൊരുക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ MIT UP സ്കൂൾ നിർവഹിച്ചത് എന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ K. മുഹമ്മദ് റാഫി അഭിപ്രായപ്പെട്ടു. ജനറൽ ഇലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഇലക്ഷൻ രീതി അനുസരിച്ച് തന്നെയാണ് നമ്മൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ജനറൽ ഇലക്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊബൈലിൽ അത് യഥാർത്ഥ രീതിയിൽ സാധാരണ ഇലക്ഷൻ നടക്കുന്ന പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളെ ജനാധിപത്യ പ്രക്രിയ ചെറുപ്പത്തിലേ തന്നെ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ നമ്മളൊരു ചീഫ് ഇലക്ടറൽ ഓഫീസറെ സ്കൂളിൽ തിരഞ്ഞെടുത്തു, പത്രികാ സമർപ്പണം നടത്തി തുടങ്ങിയ എല്ലാ പ്രക്രിയയിലൂടെയും കടന്നുപോയിട്ട് വോട്ടിംഗ് നടത്തുന്നു. അതിൻ്റെ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കും. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ചീഫ് ഇലക്ടർ. വിദ്യാർത്ഥികളും തങ്ങളുടെ വോട്ടിംഗ് അനുഭവം പങ്കിട്ടതും ശ്രദ്ധേയമായി. വോട്ടിംഗ് വളരെ അനുഭവപൂർവ്വമായിരുന്നു. വോട്ടിംഗ് മെഷീനിലൂടെയാണ് വോട്ടിംഗ്. എനിക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ പേര് ആവണി. MIT UP സ്കൂളിൽ ഈ വർഷം സ്കൂൾ ലീഡറായിട്ട് നിൽക്കണേണ്. എൻ്റെ ചിഹ്നം ജഗ്ഗാണ്. ഞാൻ പൂർണ്ണമായിട്ട് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇലക്ട്രോണിക് ആയിരുന്നു ഈ വർഷത്തെ മെഷീൻ. MIT UP സ്കൂളിന് വളരെയധികം നന്ദി. ഇലക്ട്രോണിക് മെഷീനും ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്. സൈൻ NGO കോൺഫെഡറേഷനും BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി പകുതി വിലയ്ക്ക് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായി സ്ത്രീ ശാക്തീകരണ ലക്ഷ്യം വെച്ചാണ് സൈൻ NGO കോൺഫെഡറേഷനും BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയും സഹകരിച്ചുകൊണ്ട് പകുതി വിലയ്ക്ക് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം നടത്തിയത്. കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്ന പരിപാടി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം കാര്യം നിൽക്കാനുള്ള സാഹചര്യമില്ല. ആരുടെയും മുമ്പിൽ ശിരസ് കുനിക്കാതെ തലയുയർത്തി പിടിച്ച് പുരുഷന്മാരെ പോലെ തന്നെ യഥാർത്ഥ സ്ത്രീ ശക്തീകരണത്തിന്റെ ഭാഗമായി തുല്യ പങ്കാളിത്തത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതായിരുന്നു. ഒരുപാട് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളും ഫെമിനിസ്റ്റ് സംഘടനകളുമൊക്കെ പ്രവർത്തിക്കുന്ന നാട്ടിൽ ഞങ്ങൾ ഈ ആശയം രൂപം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായ ആഗ്രഹം അഭ്യസ്തവിദ്യരായ ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അടുക്കളയിൽ ഒതുങ്ങി ജീവിതത്തിൽ മറ്റുള്ളവരെപ്പോലെ അംഗീകാരം കിട്ടാതെ 1-2 കുട്ടികളെ പ്രസവിച്ചതിന് ശേഷം അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും ഇടപെടാനും ഒക്കെ അവസരമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പരിപാടികൾക്ക് രൂപം കൊടുക്കുമ്പോൾ ഇപ്പോൾ തയ്യൽ മെഷീൻ കൊടുക്കുമ്പോൾ ഏതാണ്ട് 25,000 തയ്യൽ മെഷീൻ ഇപ്പോൾ തന്നെ വിതരണം ചെയ്തു. ഞങ്ങൾ അവരോട് സൂചിപ്പിക്കുന്ന ഈ തയ്യൽ മെഷീൻ വിതരണം ആവശ്യമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സൗജന്യമായ പരിശീലനം, അവർക്ക് ചെറിയ ചെറിയ ക്ലസ്റ്ററുകൾ ഉണ്ടാക്കുന്നു. ആ ക്ലസ്റ്ററുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് തയ്യൽ ജോലി ചെയ്യാനും അതിൽ നിന്ന് വേദമുണ്ടാക്കാനും ഒരു ചെറിയ തോതിലാണെങ്കിലും നല്ല ഒരു വാസവരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ തയ്യൽ മെഷീനുമായി. BJP കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KS വിനോദ് അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രവർത്തനങ്ങൾ നാം ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ കൊടുങ്ങല്ലൂരിൽ
ഈ സൈന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന പരിപാടി ഒരു 3-ാം പരിപാടിയാണ് നടക്കുന്നത് കൊടുങ്ങല്ലൂരിൽ. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏകദേശം 6 മാസം മുമ്പ് നമ്മൾ ഇവിടെ തയ്യൽ മിഷൻ സമൂഹത്തിൽ തയ്യൽ മിഷൻ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നതും അതും നമ്മൾ കൊടുങ്ങല്ലൂരിൽ നടന്നതായിരുന്നു. അത് 2 ഘട്ടമായി നമുക്ക് നടത്താൻ പറ്റും. അതിനുശേഷം വ്യവസായത്തിൻ്റെ കീഴിൽ ഈ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് സ്കൂൾ ബാഗുകളും ബുക്കുകളും വാങ്ങുന്നതിനുള്ള സബ്സിഡിയുള്ള ക്രെഡിറ്റ് കാർഡ് സംവിധാനം ഒരുക്കിക്കൊണ്ടുള്ള വ്യവസായമാണ്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ സഹായങ്ങൾ നൽകാൻ വേണ്ടിയുണ്ട്. ഇനിയും നിരവധി പദ്ധതികൾ സൈനികர்கள் നമ്മൾക്ക് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മുന്നോട്ട് നിന്നുകൊണ്ട് അതിനുവേണ്ടി എല്ലാ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടും എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തയ്യാറായിക്കൊണ്ടുള്ള നേതൃത്വം നൽകുന്നത്. KS ശിവറാം, TS സജീവൻ, KT ബെനീഷ്, മിനി ടീച്ചർ, സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അടുത്ത ഞാൻ പുനർനിർമ്മാണ കമ്പനികളുമായി ഉടമ്പടി ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കയ്യിലുള്ള സ്ത്രീ ശാക്തീകരണ യൂണിറ്റുകൾ, ക്ലസ്റ്ററുകൾ അതുവഴി പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമാകുന്ന ചെറിയ വീടിനോട് ചേർന്നോ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിൽ 10 പേര് കൂടി നല്ല ഒരു ഹൈജീനിക്കായ റൂമൊന്നും വലിക്കാത്ത രീതിയിലുള്ള നല്ല ഹൈജീനിക്കായ റൂമുണ്ടെങ്കിൽ പുനർനിർമ്മാണത്തിൽ വ്യാപകരാണ്. അത് വലിയ അറിയപ്പെടുന്ന കമ്പനികളുമായി ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ആ കുടകൾ അവിടെ എത്തിക്കുകയും ആവശ്യമായ ജോലികൾ ചെയ്ത് പ്രതിദിനം ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കണം. അങ്ങനെ എല്ലാ തീരദേശ ഹൈവേ അവകാശ സമര സമിതിയുടെ സായാഹ്ന ധർണയ്ക്ക് ഐക്യദാർഢ്യവുമായി എറിയാട് പഞ്ചായത്ത് കോൺഗ്രസ് അംഗങ്ങൾ. തീരദേശ ഹൈവേ അവകാശ സമരസമിതിയുടെ അനിശ്ചിതകാല സായാഹ്ന ധർണ 90-ാം ദിവസം എറിയാട് പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ഐക്യദാർഢ്യം പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ PK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് സാങ്ഷൻ കിട്ടില്ല. നമ്മൾ തൃശ്ശൂരിലേക്ക് അയച്ച് തൃശ്ശൂരിൽ നിന്ന് സാങ്ഷനായി വന്നാൽ മാത്രമേ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധ്യമാവുകയുള്ളൂ. അതേസമയം ഒരു സംസ്ഥാന പാത നമുക്ക് അവിടെ സംജാതമായാൽ ആ പാതയുടെ ആനുകൂല്യം നമുക്ക് കിട്ടും. ആ പ്രദേശത്ത് നടക്കുന്ന എല്ലാ വികസനത്തിനും നമ്മൾക്ക് തന്നെ ഇവിടെ നിന്ന് പെർമിറ്റ് കിട്ടുന്ന ഒരവസ്ഥ വരും. തീർച്ചയായും നമ്മുടെ ഈ പുനർഗേഹ പദ്ധതി പ്രകാരം ഒഴിവാക്കപ്പെട്ട ആളുകൾക്ക്, അവിടെ നിന്ന് പോയ ആളുകൾക്ക് അവിടെ കാലിയായി കിടക്കുന്ന സ്ഥലത്തിന് പൊന്നും വില കിട്ടുകയും ചെയ്യും. അങ്ങനെ ആരെയും കുടിയൊഴിപ്പിക്കാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു വലിയ സാധ്യത ഇവിടെ നിലനിൽക്കുമ്പോൾ ആ സാധ്യത ഇല്ലാതാക്കിക്കൊണ്ട് എന്തോ വൈരാഗ്യം തീർക്കുന്നത് പോലെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പുതിയ റോഡ് ബീച്ച് മുതൽ തകർത്തുകൊണ്ട് അഴീക്കോട്ടേക്ക് ഈ പാത കൊണ്ടുപോകാനാണ് ശ്രമമെങ്കിൽ ഒരു സംശയം വേണ്ട, ഇവിടുത്തെ ജനങ്ങൾ എല്ലാം മറന്നൊറ്റക്കെട്ടായി ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെതിരെ പോരാടി അതിന്റെ വിജയം കൈവരിക്കുന്നത് വരെ ഉള്ള എല്ലാ സമരത്തിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും നേതാക്കന്മാരും ഈ സമരസമിതിക്ക് ഒപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. പ്രിയപ്പെട്ട KM സാദത്ത്, ലൈല സേവ്യർ, നാസർ, KS രാജീവൻ, നജ്മ കരീം എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജാഗ്രത ആവശ്യമുണ്ട്. ഡോക്ടർ ഫസൽ ഗഫൂർ. സൈൻ NGO കോൺഫെഡറേഷനും BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി പകുതി വിലയ്ക്ക് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. പൊൻകിരണം കൊടുങ്ങല്ലൂർ BRC പരിധിയിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുമോദനമൊരുക്കി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.